ഹലോ, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് മെട്രിക്സും അതിൻ്റെ ടൈപ്സിൽ 5 ടൈപ്സും ആയിരുന്നു നമ്മൾ നോക്കിയത്. റോ മെട്രിക്സ്, കോളം മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്, റെക്ടാങ്കുലർ മെട്രിക്സ് ആൻഡ് സീറോ മെട്രിക്സ്. ഈ 5 ടൈപ്സ് ആയിരുന്നു നമ്മൾ നോക്കിയത്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ബാക്കി കുറച്ചും കൂടി ടൈപ്സ് ഉണ്ട്. ടോട്ടൽ 12 ടൈപ്സ് ആണുള്ളത്. അതിൽ 5 ടൈപ്സാണ് നമ്മൾ നോക്കിയത്. ബാക്കിയുള്ള ടൈപ്സ് നമുക്ക് നോക്കാം. 7 ടൈപ്സ് നമുക്ക് നോക്കാം. ഇനി നെക്സ്റ്റ് 6th ടൈപ്പാണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് അറിയുന്നതിന് മുമ്പ് ഡയഗണൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ലീഡിങ് എലമെൻറ്റ്സ് എന്താണെന്ന് അറിയണം. അപ്പോൾ ഈ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മെട്രിക്സ് നമ്മൾ എഴുതിയാണ്. 3 into 3 ഓർഡർ മെട്രിക്സ് ആണ് നമ്മൾ എഴുതുന്നത് വിചാരിക്കാം. A11, A12, A13, A21, A22, A23, A31, A32, A33. 3 into 3 ഓർഡർ മെട്രിക്സ് ആണ്. ഇതാണ് ആ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ നെയിം വരുന്നത്. A11, A12, A13 ഇങ്ങനെയായിരിക്കും. നമ്മൾ ഓൾറെഡി നോക്കിയ കാര്യമാണ്. ഇനി ഇതിൽ നമ്മൾ ലീഡിങ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഡയഗണൽ എലമെൻ്റ് എന്ന് പറയുന്നത് A11, A22, A33, A44 അങ്ങനെ എക്സെട്ര. ഈ എലമെൻറ്റ്സിനെയാണ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ ലീഡിങ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് A11, A22, A33. ഈ പൊസിഷനിലുള്ള എലമെൻറ്റ്സ്. നെക്സ്റ്റ് വരുന്നത് A44 ആയിരിക്കും, പിന്നീട് A55. ഈ ഒരു പൊസിഷനിൽ വരുന്ന എലമെൻറ്റ്സിനെയാണ് നമ്മൾ ഡയഗണൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ലീഡിങ് എലമെൻറ്റ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഒരു ഡയഗണൽ മെട്രിക്സ്. A square matrix which has all its elements are 0 except the leading or diagonal or principal element is called a diagonal matrix. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റ്സ് ഒഴികെയുള്ള ബാക്കി എല്ലാം 0 ആവുന്നത്, അതായത് ഡയഗണൽ എലമെൻറ്റ്സ് ഏതുമാവാം, ബാക്കി എല്ലാ എലമെൻറ്റ്സും 0 ആവുന്നതിനെയാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുക. ഒരു സ്ക്വയർ മെട്രിക്സിലെ ലീഡിങ് ഡയഗണൽസായ A11, A22, A33, A44 എക്സെട്ര. അതായത് ഈ ലീഡിങ് എലമെൻറ്റ്സ് ഏത് സംഖ്യയുമാവാം, അതൊഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ നമ്പറും 0 ആവുന്നതിനെയാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുക. ഓക്കെ, നമുക്ക് ഡയഗണൽ മെട്രിക്സിന് ഒരു എക്സാമ്പിൾ നോക്കാം. മെട്രിക്സ് A നോക്കാം. മെട്രിക്സ് A എഴുതിയിട്ടുണ്ട്. 3 3 0 0 0 by 0 0 0 1. അതായത് ഇതിൽ നോക്കുക, ലീഡിങ് ഡയഗണൽസ് ആയ A11 ഇതാണ് A11, A22, A33. A11, A22, A33 എലമെൻറ്റ്സ് ഏത് സംഖ്യയാണ്? 3 5 1 ആണ്. ഇത് ഒഴിച്ചിട്ട് ബാക്കി മെട്രിക്സിൽ വരുന്ന ബാക്കി എല്ലാ നമ്പേഴ്സും 0 ആവുന്നത്, ബാക്കി എല്ലാ എലമെൻറ്റ്സും 0 ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുക. അതായത് ലീഡിങ് ഡയഗണൽസ് ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെൻറ്റ്സും 0 ആവുന്നതിനെ നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. ഇതിൽ ലീഡിങ് എലമെൻറ്റ്സ് ആയ A11, A22, A33 എലമെൻറ്റ്സ് ഏത് സംഖ്യയും ആവാം, ബാക്കി വരുന്ന എല്ലാ എലമെൻറ്റ്സും 0 ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് 7th ടൈപ്പാണ് യൂണിറ്റ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ്. യൂണിറ്റ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ്. എ സ്ക്വയർ മെട്രിക്സ് which all its main diagonals are 1 or all unity and others are 0 is called a unit matrix or identity matrix. അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ലീഡിങ് ഡയഗണൽസ് ആയ A11, A22, A33 എലമെൻറ്റ്സ് 1 ആയിരിക്കും. ആ എലമെൻറ്റ്സ് 1 ആയിരിക്കും, ബാക്കി എല്ലാ എലമെൻറ്റ്സും 0 ആയിരിക്കും. അതിനെയാണ് ഒരു യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. E is equal to
A11 എലമെൻറ്റ്സ് 1 ആയിരിക്കും, A22 എലമെൻറ്റ് 1 ആയിരിക്കും, A33 എലമെൻറ്റ് 1 ആയിരിക്കും. ബാക്കിയുള്ള എലമെൻറ്റ്സ് 0 ആയിരിക്കും. ഇതിനെയാണ് നമ്മളൊരു യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് all diagonals are 1 or all unity and other elements are 0 is called a unity or identity matrix. ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ A11 എലമെൻറ്റും A22 എലമെൻറ്റ് A33 എലമെൻറ്റ്സ് 1 ആയിരിക്കും. ബാക്കി എല്ലാ എലമെൻറ്റ്സും 0 ആവുന്നതിനെ നമ്മൾ യൂണിറ്റ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയും. നമ്മൾ ഈ യൂണിറ്റ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് 1 എന്ന് പറഞ്ഞാണ്. 1 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യൂണിറ്റ് മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്നാണ് അതിന് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സ്കാലർ മെട്രിക്സ്. സ്കാലർ മെട്രിക്സ്, എ ഡയഗണൽ മെട്രിക്സ് in which all diagonals are equal is called a scalar matrix. ഒരു ഡയഗണൽ മെട്രിക്സിൽ നമ്മൾ പറഞ്ഞു ലീഡിങ് ഡയഗണൽസ് ഉണ്ടാവും. ഈ ലീഡിങ് ഡയഗണൽസ് ആയ A11 എലമെൻറ്റും A22 എലമെൻറ്റും A33 എലമെൻറ്റ്സ് ഉണ്ട്. ഈ എലമെൻറ്റ്സ് ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെയിം ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്കാലർ മെട്രിക്സ് എന്ന് പറയാം. അല്ലെങ്കിൽ a matrix, a square matrix in which all diagonals are equal or same and all other remaining elements are 0 is called a scalar matrix. ഒരു ഡയഗണൽ മെട്രിക്സിൽ ഈ ലീഡിങ് ഡയഗണൽസ് സെയിം അല്ലെങ്കിൽ ഈക്വൽ ആവുന്നതിനെയാണ് നമ്മൾ സ്കാലർ മെട്രിക്സ് എന്ന് പറയാം. അതായത് A11, A22, A33 എലമെൻറ്റ്സ് സെയിം ആവുന്ന അല്ലെങ്കിൽ ഈക്വൽ ആവുന്നതിനെയാണ് സ്കാലർ മെട്രിക്സ് എന്ന് പറയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Matrix A is equal to 2 0 0 0 2 0 0 0 2. 3 into 3 order matrix ആണ്. ഈ ഒരു മെട്രിക്സ് എയിൽ 2 0 0 0 2 0 0 0 2 ഇതിൽ ലീഡിങ് ഡയഗണൽസ് ആയ A11, A22, A33 എലമെൻറ്റ്സ് സെയിം ആണ്, ഈക്വൽ ആണ്. ഇങ്ങനെയുള്ള മെട്രിക്സിനെയാണ് സ്കാലർ മെട്രിക്സ് എന്ന് നമ്മൾ പറയാം. അതായത് ലീഡിങ് ഡയഗണൽസ് ഈക്വലായ, ഇപ്പോൾ ഇവിടെ ലീഡിങ് ഡയഗണൽസ് വന്നത് 2 ആണ് എല്ലാത്തിനും, അതായത് A11, A22, A33 എലമെൻറ്റ്സ് 2 ആണ്. ഇങ്ങനെ ഈക്വൽ ആയതിനെയാണ് നമ്മൾ സ്കാലർ മെട്രിക്സ് എന്ന് പറയുക. 1 ആണെങ്കിൽ അതിനെ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയും. ലീഡിങ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ലീഡിങ് ഡയഗണൽസ് എല്ലാം സെയിം ആയതിനെ നമ്മൾ സ്കാലർ മെട്രിക്സ് എന്ന് പറയും. ഇതൊരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. മെട്രിക്സ് A is equal to 3 0 0 0 3 0 0 0 3. ഇതും സ്കാലർ മെട്രിക്സ് തന്നെയാണ്. ഇവിടെയും ലീഡിങ് ഡയഗണൽസ് സെയിം ആണ്, ഏത് സംഖ്യ ആയിക്കോട്ടെ. അത് A11, A22, A33 എലമെൻറ്റ്സ് സെയിം ആവുന്നുണ്ടെങ്കിൽ, ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്കാലർ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പാണ് ട്രയാങ്കുലർ മെട്രിക്സ്. Triangular matrix. A matrix is said to be triangular if every element below or above of the leading diagonal is 0 is called a triangular matrix. Triangular matrix എന്ന് പറയുന്നത് ഒരു മെട്രിക്സിലെ ലീഡിങ് ഡയഗണൽസിൻ്റെ മുകളിലും താഴെയും വരുന്ന എല്ലാ എലമെൻറ്റ്സും 0 ആവുന്നതിനെയാണ് ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാം. അതായത് ഒരു ഡയഗണൽ മെട്രിക്സിനകത്ത് വരുന്ന ലീഡിങ് ഡയഗണൽസിൻ്റെ മുകളിലും താഴെയും വരുന്ന എലമെൻറ്റ്സ് 0 ആവുന്നതിനെയാണ് നമ്മൾ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാം. ട്രയാങ്കുലർ മെട്രിക്സ് 2 തരത്തിലുണ്ട്. ഒന്ന് അപ്പർ ട്രയാങ്കുലറും ഒന്ന് ലോവർ ട്രയാങ്കുലറും. അപ്പറും ലോവറും. അതിൽ ഫസ്റ്റ് വൺ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി അപ്പർ ട്രയാങ്കുലർ ഇഫ് എവറി എലമെൻറ്റ് ബിലോ ദി ലീഡിങ് ഡയഗണൽസ് ഈസ് 0 ഈസ് കോൾഡ് എ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അതായത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത് ലീഡിങ് ഡയഗണൽസിൻ്റെ അടിയിൽ വരുന്ന താഴെ വരുന്ന എല്ലാ എലമെൻറ്റ്സും 0 ആവുന്നതിനെയാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ അപ്പർ എന്ന് പറയുന്നത്
അപ്പർ വരുന്നത് ലീഡിങ് ഡയഗണൽസ് ആണ് അപ്പർ വരുന്നത്. ബിലോ ദി ലീഡിങ് ഡയഗണൽസ് ആർ 0 ഈസ് കോൾഡ് എ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 3 5 1 0 2 3 0 0 1 3 into 3 ഓർഡർ മെട്രിക്സ് ആണ്. അതായത് ഇതിൽ നോക്കുക, ഇതിൽ ലീഡിങ് ഡയഗണൽസ് എന്ന് പറയുന്നത് 3 2 1 ആണ്. A11 A22 A33. അതായത് ഇതിൻ്റെ താഴെ വരുന്ന എലമെൻറ്റ്സ് 0 ആവുന്നതിനെയാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ 3ൻ്റെ താഴെ 0 ആണുള്ളത്, 2ൻ്റെ താഴെ 0 ആണുള്ളത്. അങ്ങനെ ലീഡിങ് ഡയഗണൽസിൻ്റെ താഴെ 0 വരുന്നുണ്ടെങ്കിൽ, ലീഡിങ് ഡയഗണൽസിൻ്റെ താഴെ വരുന്ന എലമെൻറ്റ് 0 ആണെങ്കിൽ അതിനെയാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാം. അപ്പർ എന്ന് വിചാരിക്കുമ്പോൾ മുകളിലാണെന്ന് കരുതരുത്, താഴെ വരുന്ന എലമെൻറ്റ്സ് 0 ആവുന്നതിനെയാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ അപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ലീഡിങ് ഡയഗണൽസ് ആണ് മുകളിൽ വരുന്നത്, താഴെയാണ് 0 വരുന്നതെങ്കിൽ അതിനെയാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലോവർ ട്രയാങ്കുലർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത് എ മെട്രിക്സ് is said to be lower triangular matrix if every element above the leading diagonals are 0 is called a lower triangular matrix. അതായത് ഒരു മെട്രിക്സിൻ്റെ ലീഡിങ് ഡയഗണൽസിൻ്റെ മുകളിൽ വരുന്ന എല്ലാ എലമെൻസും, തൊട്ട് മുകളിൽ വരുന്ന എല്ലാ എലമെൻസും 0 ആവുന്നതിനെയാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ ലോവർ എന്ന് പറയുന്നത് ലീഡിങ് ഡയഗണൽസ് ആയിരിക്കും താഴെ ഉണ്ടാവുക, മുകളിൽ വരുന്നതായിരിക്കും 0. അപ്പോൾ ഒരു മെട്രിക്സിനകത്തെ ലീഡിങ് ഡയഗണൽസിൻ്റെ മുകളിൽ വരുന്ന എല്ലാ എലമെൻസും 0 ആവുന്നതിനെയാണ് നമ്മൾ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാൽ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു നോക്കുക. മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 3 0 0 2 2 0 1 3 1. അതായത് ഇതാണ് ലീഡിങ് ഡയഗണൽസ് എന്ന് പറയുന്നത്. A11 A22 A33. ഇവിടെ A22ൻ്റെ മുകളിൽ വരുന്ന എലമെൻറ്റ് 0 ആണ്, A33യുടെ മുകളിൽ വരുന്ന എലമെൻറ്റ്സ് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലീഡിങ് ഡയഗണൽസിൻ്റെ മുകളിൽ വരുന്ന എലമെൻറ്റ്സ് 0 ആവുന്നതിനെയാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ ലോവർ എന്ന് ഉദ്ദേശിക്കുന്നത് ലീഡിങ് ഡയഗണൽസ് ആണ് ലോവറായിട്ട് വരുന്നത്, 0 മുകളിലാണ് വരുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഈ ട്രയാങ്കുലർ മെട്രിക്സിനകത്ത് ഇത് ഡയഗണൽ മെട്രിക്സ് അല്ല ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ഡയഗണൽ മെട്രിക്സിൽ നമ്മൾ പറഞ്ഞു ലീഡിങ് ഡയഗണൽസ് ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെൻറ്റ്സും 0 ആവണം. പക്ഷേ ഈ ഒരു കേസിൽ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ കേസിൽ അങ്ങനെയല്ല പറയുന്നത്. അതായത് ഈ ലീഡിങ് ഡയഗണൽസിൻ്റെ മുകളിലും താഴെയും വരുന്ന എലമെൻറ്റ്സ് മാത്രം 0 ആയാൽ മതി. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുക. അല്ലാണ്ട് എല്ലാ എലമെൻറ്റ്സും 0, അതായത് ലീഡിങ് ഡയഗണൽസ് ഒഴികെയുള്ള എല്ലാ എലമെൻറ്റ്സും 0 ആവണമെന്നില്ല. നമ്മൾ ഈ ലീഡിങ് ഡയഗണൽസിൻ്റെ മുകളിലും താഴെയും വരുന്ന എലമെൻറ്റ്സ് 0 ആവുന്നതിനെയാണ് നമ്മൾ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാം. നെക്സ്റ്റ് ടൈപ്പാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. Transpose of a matrix. A transpose of a matrix A is a matrix obtained from interchanging its rows and columns. അതായത് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് അതിൻ്റെ റോയും കോളും ഇൻ്റർചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് എന്ന് പറയുക. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 2 3 5 1 3 4. ഇതിൻ്റെ ഓർഡർ വരിക 2 × 3 ആണ്. അതായത് റോ 2 ആണ്, കോളം 3 ആണ്. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് നമ്മൾ സാധാരണയായിട്ട് ട്രാൻസ്പോസിനെ ഡിനോട്ട് ചെയ്യുക A⁻T, AT അല്ലെങ്കിൽ A' എന്നാണ് നമ്മൾ ഈ ട്രാൻസ്പോസിനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. ഇന്റർചേഞ്ചിങ് ഇറ്റ്സ് റോസ് ആൻഡ് കോളംസ്. ഇതിൻ്റെ റോ എന്ന് പറയുന്നത് 2 3 5, പിന്നെ ഒന്ന് 1 3 4.
ഇനി ഇതിൻ്റെ കോളം എന്ന് പറയുന്നത് 2 1 3 3 5 4. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റോയിനെ നമ്മൾ കോളമാക്കി മാറ്റുന്നു. ഇൻ്റർചേഞ്ചിങ് ഇറ്റ്സ് റോസ് ആൻഡ് കോളംസിനെയാണ് ട്രാൻസ്പോസ് എന്ന് പറയുക. അതായത് 2 3 5 എന്നുള്ള റോയിനെ നമ്മൾ കോളമാക്കി മാറ്റുന്നു. 2 3 5. അതേപോലെ 1 3 4 എന്നുള്ള റോയിനെ നമ്മൾ കോളമാക്കി മാറ്റുന്നു. 1 3 4. ഇതാണ് എ ട്രാൻസ്പോസ്. മെട്രിക്സ് എയുടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞത് 2 1 3 3 5 4. അതായത് 2 1 എന്നുള്ളത് കോളമായിരുന്നു, അത് 2 1 റോയായി. 3 3 എന്നുള്ളത് കോളമായിരുന്നു, എ ട്രാൻസ്പോസ് എത്തുമ്പോൾ 3 3 എന്നുള്ളത് റോ ആയി മാറി. 5 4 എന്നുള്ളത് കോളമായിരുന്നു, ഇവിടെ എത്തുമ്പോൾ 5 4 എന്നുള്ളത് റോ ആയി മാറി. പിന്നെ 2 3 5 എന്നുള്ള റോ എ ട്രാൻസ്പോസ് എത്തുമ്പോഴേക്ക് അത് കോളമായിട്ട് മാറി. 2 3 5. 1 3 4 എന്നുള്ള റോ എ ട്രാൻസ്പോസ് എത്തുമ്പോൾ 1 3 4 എന്നുള്ള കോളമായിട്ട് മാറി. ഇതിൻ്റെ ഓർഡർ വരിക 3 × 2 ആണ്. ഇവിടെ 3 റോയും 2 കോളാണ് ഉള്ളത്. അപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് അതിൻ്റെ റോയും കോളും ഇൻ്റർചേഞ്ച് ചെയ്തതിനെയാണ് നമ്മൾ അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയാം. ഇത് സാധാരണയായിട്ട് ഡിനോട്ട് ചെയ്യുന്നത് എ ടി എന്നോ എ ഡാഷ് എന്നോ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സിമ്മെട്രിക് മെട്രിക്സ്. സിമ്മെട്രിക് മെട്രിക്സ്. If matrix A is said to be symmetric if it is equal to its transpose. അതായത് മെട്രിക്സ് എ എന്ന് പറയുന്നത് സിമ്മെട്രിക് ആണെന്ന് പറയണമെങ്കിൽ ആ മെട്രിക്സ് എ അതിൻ്റെ ട്രാൻസ്പോസിന് ഈക്വൽ ആയിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ മെട്രിക്സ് എ എന്ന് പറയുന്നത് 2 × 2 ഓർഡർ മെട്രിക്സ് ആണ്. മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 5 1 1 2. ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇവിടെ ഇതിൻ്റെ റോയിനെ നമ്മൾ കോളമാക്കി മാറ്റുന്നത് 5 1 എന്നുള്ള റോ കോളമാക്കി മാറ്റുമ്പോൾ 5 1 എന്നാവും. ഇനി 1 2 എന്നുള്ള റോ നമ്മൾ കോളമാക്കി മാറ്റുമ്പോൾ 1 2 എന്നാവും. ഇതും 2 × 2 ഓർഡർ തന്നെയാണ്. ഇനി നോക്കാം ഇവിടെ എയും എയുടെ ട്രാൻസ്പോസും ഈക്വൽ ആണോ എന്ന് നോക്കാം. 5 1 5 1 1 2 1 2 5 1 5 1 1 2 1 2. അതായത് എ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ട്രാൻസ്പോസ്. എയുടെ ട്രാൻസ്പോസിന് തുല്യമാണ് അല്ലെങ്കിൽ ഈക്വൽ ആണ്. ഇങ്ങനെയുള്ള മെട്രിക്സിനെയാണ് സിമ്മെട്രിക് മെട്രിക്സ് എന്ന് പറയാം. അതായത് എയും എയുടെ ട്രാൻസ്പോസും ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സിമ്മെട്രിക് മെട്രിക്സ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ആണ് സ്ക്യൂ സിമ്മെട്രിക്. സ്ക്യൂ symmetric matrix. Skew symmetric matrix. A matrix A is said to be skew symmetric matrix if it is equal to its negative transpose. ഇപ്പോൾ ഒരു മെട്രിക്സ് എ സ്ക്യൂ സിമ്മെട്രിക് ആണ് എന്ന് പറയണമെങ്കിൽ അത് അതിൻ്റെ നെഗറ്റീവ് ട്രാൻസ്പോസിന് ഈക്വൽ ആയിരിക്കണം. ട്രാൻസ്പോസ് നമ്മൾ പഠിച്ചു, ഇൻ്റർചേഞ്ചിങ് ഇറ്റ്സ് റോസ് ആൻഡ് കോളത്തിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് എന്ന് പറയുക. അപ്പോൾ നെഗറ്റീവ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഈ ട്രാൻസ്പോസ് ഇപ്പോൾ പ്ലസ് വാല്യൂ ഉള്ളതൊക്കെ മൈനസ് വാല്യൂ ആക്കുന്നു, മൈനസ് ഉള്ളതൊക്കെ പ്ലസ് ആക്കുന്നു. ഇപ്പോൾ +2 ആണുള്ളതെങ്കിൽ അവിടെ -2 ആക്കുന്നു. അപ്പോൾ -4 ആണുള്ളതെങ്കിൽ +4 ആക്കുന്നു. അതായത് നെഗറ്റീവ് ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ പ്ലസ് ചിഹ്നം ഉള്ളതൊക്കെ മൈനസ് ചിഹ്നം ആവുന്നു, മൈനസ് ചിഹ്നം ഉള്ളതൊക്കെ പ്ലസ് ആവുന്നു. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നെഗറ്റീവ് ട്രാൻസ്പോസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു സ്ക്യൂ സിമ്മെട്രിക് എന്ന് പറയുന്നത്, ഒരു മെട്രിക്സിൻ്റെ സ്ക്യൂ സിമ്മെട്രിക് എന്ന് പറയുന്നത്, ഇപ്പോൾ മെട്രിക്സ് എയുടെ സ്ക്യൂ സിമ്മെട്രിക് എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് നെഗറ്റീവ് ട്രാൻസ്പോസ്. അതിന് ആദ്യം എയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, അതിനുശേഷം അത് നെഗറ്റീവ് ട്രാൻസ്പോസിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാൻ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 0 4 3 -4 0 -1 -3 1 0 3 × 3 ഓർഡർ മെട്രിക്സ് ആണ്. ഇതിൻ്റെ ട്രാൻസ്പോസ് നമുക്ക് ആദ്യം എഴുതാം. എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഈ റോ എന്നുള്ളത് ഇതിൻ്റെ കോളമായിട്ട് മാറും. അപ്പോൾ 0 4 3 -4 0 -1 -4 0 -1 -3 1 0 -3 1 0
ഇതാണ് ഇതിൻ്റെ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 0 -4 -3 4 0 1 3 -1 0. ഇതാണ് എ ട്രാൻസ്പോസ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസിൻ്റെ നെഗറ്റീവ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 0 -4 എന്നുള്ളത് +4 ആവും, -3 എന്നുള്ളത് +3 ആവും, 4 എന്നുള്ളത് -4 ആവും, 0 1 എന്നുള്ളത് -1 ആവും, 3 എന്നുള്ളത് -3 ആവും, -1 എന്നുള്ളത് +1 ആവും, 0 എന്നുള്ളത് 0. ഇനി നോക്കി എയും നെഗറ്റീവ് ട്രാൻസ്പോസ് ഓഫ് എയും നോക്കാം. 0 4 3 -4 -4 0 -1 -4 0 -1 -3 1 0 -3 1 0. അതായത് എ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് നെഗറ്റീവ് ട്രാൻസ്പോസ്. എ അതിൻ്റെ നെഗറ്റീവ് ട്രാൻസ്പോസിന് ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ സ്ക്യൂ സിമെട്രിക് എന്ന് പറയും. അത് എ മെട്രിക്സ് എ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. ഇൻ്റർചേഞ്ചിങ് ഈസ് റോസ് ആൻഡ് കോളംസ്. അതിനുശേഷം അതിൻ്റെ നെഗറ്റീവ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് മൈനസ് വാല്യൂ ഉള്ളതൊക്കെ പ്ലസ് ആവും, ഇനി പ്ലസ് വാല്യൂ ഉള്ളതൊക്കെ മൈനസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ പ്ലസും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നതിനെയാണ് അതിൻ്റെ നെഗറ്റീവ് ട്രാൻസ്പോസ് എന്ന് പറയാം. അതിനുശേഷം കമ്പയർ ചെയ്ത് നോക്കുക. എയും എയുടെ നെഗറ്റീവ് ട്രാൻസ്പോസും തമ്മിൽ കമ്പയർ ചെയ്യുക. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അതിനെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.